കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. നടുവിൽ ശോഭപൂർണനാ ഭാരത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ.
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനം മറ്റു ധ്യാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതൊരു നമ്മൾക്ക് വളരെ ചിന്തിച്ച് ആലോചിച്ച് സുവിശേഷം ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒത്തിരി സൂത്രവാക്യങ്ങളായിട്ട് ബൈബിളിലെ ഓരോ വചനവും ഓരോ സൂത്രവാക്യങ്ങളായിട്ട് ഫോർമാറ്റ് ചെയ്ത്, നമുക്കറിയാമല്ലോ 2 സൂത്രവാക്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത് കെമിസ്ട്രിയിലെ. അതുപോലെ ബൈബിളിലെ ഓരോ വചനങ്ങളും വചനം എന്നതിനേക്കാളുപരി വചനം ഒരു ഫോർമുല ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഇക്വേഷനായിട്ട് മാറും, സമവാക്യമായിട്ട് മാറും. ദൈവവാക്യങ്ങളിൽ തന്നെ സൂത്രവാക്യങ്ങളുണ്ട്, സമവാക്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണ്? യോഹന്നാൻ 1:12 എന്താ പറയണത്? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഒന്ന് പറഞ്ഞേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാമാണ്. ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ 1960 ജനിച്ച ആളാണ്. എനിക്ക് യേശുവാണ് ദൈവമെന്ന് മനസ്സിലായത് 63-ലോ 64-ലോ ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് അത്രയും കാലത്തെ ഒരു 60 കൊല്ലത്തെ എക്സ്പീരിയൻസാണ് ജീസസുമായിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ 6 ദിവസത്തെ എക്സ്പീരിയൻസേ ഉണ്ടാകത്തുള്ളൂ. 6 ദിവസം മുമ്പായിരിക്കും നിങ്ങളിൽ ചിലർ ഒരു ഉടമ്പടി ധ്യാനം ഇതൊക്കെ ജീസസിൻ്റെ ഒരു സാക്ഷ്യം കേട്ടത് 6 ദിവസമായിട്ടുള്ള. ഈ 6 ദിവസം ആയിട്ടുള്ള ആളും 60 ദിവസമായിട്ടുള്ള ആളും ചില സമയത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേ രണ്ടുപേർക്കും ഒരേ അനുഭവം കിട്ടിയെന്ന് വരാം. അതാണ് ജീസസിൻ്റെ ഒരു പ്രത്യേകത. 6 ദിവസമായിട്ടുള്ളെങ്കിലും അതായത് ഇത് ആർക്കും ഇതിൻ്റെ അകത്തുനിന്ന് ആർജിക്കാം, ഷെയർ ചെയ്യാം. നമ്മളെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ വിഷയം. ഈ വിശ്വസിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുമായിരുന്നു, ഇപ്പം ഞാനൊക്കെ ഒന്ന് ഭിത്തിയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ വെയിറ്റ് ഭിത്തിയായിട്ട് കൊള്ളും? ഫിസിക്കലായിട്ട് പറഞ്ഞാൽ വല്ല 10-20 കിലോ വെയിറ്റ് കൊള്ളും ഭിത്തിയായിട്ട്. ഒരു ബോക്സറാണെങ്കിൽ ഇടിക്കുന്ന ഒരു ട്രെയിൻഡ് ബോക്സർ, അല്ലെങ്കിൽ ഒരു കുംഫു അല്ലെങ്കിൽ കരാട്ടക്കാരൻ, അവരാണെങ്കിൽ ഒരു ചിക്കിടാച്ചി അടിച്ച് ഒരു വെട്ട് കൊടുത്തു കഴിഞ്ഞാൽ 300 കിലോനാണ് കൊള്ളണത്. വ്യത്യാസം കണ്ടില്ലേ? ഇപ്പം ഞാൻ ഭിത്തിയായിട്ട് ഇടിച്ച് കഴിഞ്ഞാൽ 30 കിലോനാണ്ട വെയിറ്റാണ് അവിടെ വീഴണത്. പക്ഷേ ഒരു ട്രെയിൻഡ് ബ്ലാക്ക് ബെൽറ്റുകാരൻ അടിച്ചു കഴിഞ്ഞാൽ 300 കിലോ കൊള്ളും. എന്താ കാര്യം? ഈ വ്യത്യാസം വചനത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് ഞാൻ പറയണോ നിങ്ങൾ പറയണോ വ്യത്യാസമുണ്ട് അവിടെ. ഈ വ്യത്യാസമാണ് നിങ്ങളെ ഉടമ്പടി അഡ്രസ്സ് ചെയ്യേണ്ടത്. കാര്യം 300 കിലോനോ 600 കിലോനോ ഒക്കെ നമ്മളെ ട്രെയിനിങ് അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രഖരശേഷി എന്ന് പറയുന്നത്. ഇപ്പോൾ യേശു കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു, ചിലപ്പോൾ 5 കിലോനെ ചിലപ്പോൾ അതിന് പ്രഖരശേഷി ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോൾ ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ ഞാനെക്കുറിച്ച് ദിസ് ഈസ് ദ ലോർഡ് അത്രേ പറയത്തുള്ളൂ. ആ മുഴ ചിലപ്പോൾ കാണാൻ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകത്തില്ലേ? ഞാൻ ഈ എന്ത് സമയം കിട്ടണം എനിക്കിവിടെ? ഒരു സെക്കൻഡൊക്കെ കിട്ടണ്ട, 5 സെക്കൻഡൊക്കെയാണ് കിട്ടണത്. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ സാധനം കർത്താവ് ആ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ നോക്കണത്, അല്ല എനിക്കറിയത്തില്ല. എനിക്ക് ചിലപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. ഒരു 100 പേര് വരുമ്പോൾ അതിൽ ഒരാളോട് ഞാൻ പറയും ആയിസോക്കെ നീ സാക്ഷ്യം പറഞ്ഞോളാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഒരു കർത്താവ് എനിക്കൊരു ഇൻഡ്യൂഷൻ തരും ഇറ്റ് ഇസ് ഓക്കെ ആണെന്ന്. ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, അവളെ കർത്താവ് സുഖപ്പെടുത്തിയെന്ന് കർത്താവ് എനിക്ക് നോട്ട് തന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ പറയും സാക്ഷ്യം പറഞ്ഞോളാൻ പറയും.
പക്ഷെ മറ്റുള്ളവർ പലരും വീട്ടിൽ പോയതിന് ശേഷം ടെസ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടാണ് പറയണത്, സാക്ഷ്യം പറയണത്. എന്താ സംഭവം? നിങ്ങൾ പറയണതല്ലേ ഞാനും പറഞ്ഞിരിക്കണത്. എന്താ പറയണത്? ജീസസ് ദ ലോർഡ്. അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ പറയണത് സെയിമാണ്, പക്ഷേ ഇഫക്റ്റ് വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളിത് ഉടമ്പടിയിലിരിക്കുന്നവരിത് മനസ്സിലാക്കണം. ഓരോ ദിവസം ചെല്ലും തോറും ഈ കഴിവ് വർദ്ധിപ്പിക്കണം. ഇപ്പം മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 1:12 എന്താ പറഞ്ഞിരിക്കേണ്ടത്? അത് ഒരു സൂത്രവാക്യമാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. എബിലിറ്റി, കഴിവ് നൽകി, കപ്പാസിറ്റി നൽകിയെന്നാണ്. കപ്പാസിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ 20 കിലോന് ഒരു കപ്പാസിറ്റിയാണ്, 200 കിലോന് ഒരു കപ്പാസിറ്റിയാണ്. ഉടമ്പടിയുടെ ഗുണമെന്ന് പറയണത് നിങ്ങളുടെ ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയുമ്പോൾ എന്താണ് ആ കഴിവ്? എന്താണ് ആ കഴിവ്? നമുക്കറിയാമല്ലോ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഇപ്പം നമ്മുടെ കൃപാസന വ്യാഖ്യാനങ്ങളുടെ രീതി എന്താ? അതൊരു ശാസ്ത്രീയമായ അക്കാഡമിക് വ്യാഖ്യാനമല്ല. അത് പരിശുദ്ധാത്മാവ് ഇതേ ജനറയിലുള്ള, ഇതേ ഫാമിലിയിലുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും. അതിന് ശേഷവും പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുമ്പോൾ ഒരു സിംഗിൾ പേഴ്സണാണല്ല ഇത് പറയണത്. 2000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 1000 കൊല്ലം മുമ്പ് പറഞ്ഞാലും 500 കൊല്ലം മുമ്പ് പറഞ്ഞാലും അതിന് ശേഷം പറഞ്ഞാലും പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ, ദൈവവചനം. അപ്പോൾ ദൈവവചനം സെയിം ടോപ്പിക്ക് വീണ്ടും കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ വലിയ അർത്ഥത്തിന് വ്യത്യാസം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. എന്താ കാര്യം? ഇപ്പോൾ അവൻ്റെ ഒന്ന് പറഞ്ഞാൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ മക്കളെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ? അപ്പൊ ദൈവമക്കളുടെ കഴിവെന്താ? ശരിക്കും പറഞ്ഞ മക്കളാണെങ്കിൽ അവകാശികളാണ്. ക്ലിയർ അല്ലേ സംഭവം? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പൊ അവകാശം പ്രാപിക്കുന്നതിന് വേണ്ടി എന്താ ചെയ്തിരിക്കണത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? അവൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. നമുക്കറിയാമല്ലോ, ഈ ഉടമ്പടി വരുമ്പോൾ എല്ലാം വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം അവകാശങ്ങളാണ്. ശരിക്കും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം നമുക്ക് അവകാശമല്ലെങ്കിൽ ദൈവം വാഗ്ദാനമാക്കത്തില്ലത്. ഈ അവകാശം നമ്മൾ പ്രാപിക്കണത് അവകാശത്തിൻ്റെ സമാന്തര വചനമോ അല്ല തത്സമ വചനമെന്ന് പറയണത് വാഗ്ദാനമാണ്. എബ്രഹാം പ്രാപിച്ചത് അവകാശമാണെങ്കിൽ അത് വാഗ്ദാനം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാക്കിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ അവകാശങ്ങളുണ്ട്. അവകാശങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്? നമ്മൾ സമരമല്ല ചെയ്യണത്. അവകാശങ്ങൾ പ്രാപിക്കാൻ നമ്മൾ എന്നാ ചെയ്യണത്? നമ്മൾ അതിൽ വിശ്വസിക്കും. ഈ വിശ്വാസമാണ് പ്രോബ്ലം. വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഇത് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസം ഇതിൽ വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് വരും. വിശ്വാസം ഇങ്ങനെ എല്ലാവർക്കും ഒരേ വിശ്വാസമല്ല. ഇപ്പോൾ 60 കൊല്ലമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് 6ാം ക്ലാസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ 6ാം ക്ലാസ്സുകാർക്ക് 60 വയസ്സുകാരുടെ വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസത്തിൻ്റെ അടുത്തുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പേഴ്സണലാണ് വിഷയം. മനസ്സിലായി? ആരാണ് ഇപ്പം ഓരോ വ്യക്തിഗതമായിട്ട് വിശ്വാസം ഒരു ശരിക്കും പറഞ്ഞാൽ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കേസാണ്. വലത് കര ശിരസിൽ വെച്ചും ഇടത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തിരുമുഖം ഒത്തിരി പേർ ദർശനമായിട്ട് കാണും. ഇതൊരു ദർശനത്തിന് ഒരു സജഷൻ പറയുകയല്ല,
മറിച്ച് ഞാനിപ്പോഴും ഈശോയുടെ മുഖം കേവലമായിട്ട് മാതാവിൻ്റെ മുഖം കണ്ടതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പോകുന്നു എന്നുള്ള സൂചന ആത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. കണ്ണിന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കുകയും കരുകരിക്കുകയും കാഴ്ച മങ്ങുകയും ചെയ്ത മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പയസ് എന്ന് പേരുള്ള വ്യക്തിയെ പേര് ചൊല്ലിക്കൊണ്ട് കർത്താവ് നെഞ്ചിൻ്റെ ഭാരങ്ങൾ മാറ്റുന്നുണ്ട്. അതായത് മുന്തിരിക്കൊല പോലെ ശരീരത്തിൽ എവിടെയൊക്കെ ചില ഈ ഗ്രന്ഥികൾ രോഗാതുരമായിരുന്നത് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. അണ്ടവാഹിനികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. അണ്ടവാഹിനികൾക്ക് ചിലത് കറുത്തിരിക്കുന്നത് അണ്ടങ്ങളെ കറുത്തു പോകുന്ന ചത്തുപോകും. അതായത് ലേഡിയാണ്, ഒരു സ്ത്രീയാണ്, അവരുടെ അണ്ടം ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാക്കുന്നതിൻ്റെ കാരണം അത് കറുത്തു പോകും. സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കറുത്ത ആ കൈ പോലെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നത് അണ്ടമെല്ലാം കറുത്ത നിറത്തിലായിരിക്കണം, ഡെഡായിട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ അസുഖം അണ്ടം ചത്തുപോണതാണ്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശിരസിൽ കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. വയറ്റിൽ നീരുള്ളവര് അതുപോലെ വയറിൻ്റെ താഴെയല്ല മേൽവയറിലാണ് നീര് കാണുന്നത്. വയറ്റിൽ നീരുള്ളവരെ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം സ്പർശിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ അവർ ശ്രുതിക്കട്ടെ. അപ്പോഴവർ സൗഖ്യപ്പെടുന്നത് കർത്താവിൻ്റെ തിരുമല എൻ്റെ മക്കളെ, വളരെ നല്ല ഒരു സമയത്തേക്ക് കർത്താവ് ജീവനോടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. വലത് കണ്ണ് അത് കാഴ്ചയില്ല, ശരിക്കും പറഞ്ഞാൽ അത് കാഴ്ച മങ്ങുകയും ചെയ്തിരിക്കുന്നത്. ആ കണ്ണിനെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈശോയുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതലേ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയ്ഡ് ഗ്രന്ഥികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അഡ്രിനൽ ഗ്രന്ഥികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. പീയൂഷ ഗ്രന്ഥികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ രോഗോത്തരമായ ക്യാൻസർ കോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരവിച്ച കാലുകളിലെ പേശികളിൽ ഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇടിമുഴക്കം പോലെ കർത്താവിന് ശക്തി ഒഴുകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധനയോടെ മഹത്വപ്പെടുത്തണമേ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കുരുക്കളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരീരത്തിലെ കുരുക്കളുള്ളവരെ, ഇടയ്ക്കൊക്കെ വേദനിക്കുന്ന ഒറ്റ ഊളച്ച കുരുക്കളിങ്ങനെ വന്ന് പൊന്തിയിട്ട് വല്ലാത്ത വേദന തോന്നും. കുറച്ച് കഴിയുമ്പോൾ ചൊട്ടിപ്പോകും. ശരീരം ആസകലം മുതുകിലൊക്കെ കുരുക്കളുള്ളവർ, ചൂടിൻ്റെ അല്ലാത്ത കുരുക്കളുള്ളവർ, ചൂട് കുരുക്കളുള്ളവർ, ശരീരം അഴുകുന്ന പോലെയുള്ള അസുഖമുള്ളവർ, തൊലി ഞെറിഞ്ഞു വരുന്ന അസുഖമുള്ളവർ, സോറിയാസിസിൻ്റെ അസുഖമുള്ളവർ, കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിൽ തിരുമുറിവാർന്ന വലതുകരം, അണപ്പെടുതാർന്ന അത്ഭുതകരം കർത്താവെ ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ. എല്ലാ കോശങ്ങളിലും പേശികളിലും ത്വക്കുകളിലും മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ഹല്ലേലൂയ. ഹല്ലേലൂയ, എല്ലാവരോടും ഹല്ലേലൂയ. സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി നിർത്തണമേ. തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന സ്രാവരോഗങ്ങൾ പലതരമുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് വയറ്റിൽ നിന്ന് കൺട്രോളില്ലാതെ പോകുന്നവരെ കുറിച്ചാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഈ കണ്ണീര് വല്ലാതെ എപ്പോഴും കരയണ രീതിയിൽ കണ്ണീര് വരുന്നുണ്ട്. കണ്ണീര് ഇല്ലാത്ത ആൾക്കാരുണ്ട്. ചില കണ്ണിന് വർഷങ്ങളായിട്ട് കരയാത്തവരും കണ്ണീരില്ലാത്തവരുണ്ട്. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ട്. എപ്പോഴും നോള വൈന്ന് തുപ്പൽ ഒഴുകി വരുന്നവരുണ്ട്. കൺട്രോളില്ലാതെ ഇങ്ങനെ വെള്ളം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ശരീരത്തിന് അറ്റവും അറുതിയില്ലാത്ത വേർത്ത് പോകുന്ന ശരീരമുണ്ട്. എപ്പോഴും വേർത്തോണ്ടിരിക്കുന്നവരുണ്ട്. വേർപ്പ് ഗ്രന്ഥികളില്ലാത്തവരുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ അടയാളത്തിൽ എല്ലാ ഗ്രന്ഥികളുടെയും എൻഡോക്കളെയും ഗ്രന്ഥികളെ ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ മുട്ടയെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷമങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വചനത്തിൽ ശ്രവിച്ചതുപോലെ നീ ഒരു പ്രാവശ്യം പറയുമ്പോൾ അത് 2 പ്രാവശ്യം കേട്ട് ഉടമ്പടി നിബന്ധനകളെ ഏറ്റവും വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,